യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനോ ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ കുരിശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഇന്ന് രാത്രി 2 വാക്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടത്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം, 2 മർക്കോസിന്റെ സുവിശേഷം. ഞാൻ ഈ 2 വാക്യത്തിലൂടെ ആയിരിക്കും ഇന്ന് രാത്രി സഞ്ചരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഇരുന്നട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് രാത്രി ഈ ബൈബിൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയാണ്. കാരണം ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പല യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു, പല ഭാഷകളിലും ബൈബിൾ ഇതുവരെ വിവർത്തനം ചെയ്തിട്ടില്ല. അതിനു മുമ്പേ നമുക്ക് വിവർത്തനം ചെയ്ത് കിട്ടിയെങ്കിൽ ആ ബൈബിൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്. ഇത് വന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം അത്ഭുതകരമായി മാറ്റാൻ കഴിഞ്ഞത്. കാര്യം, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു, ഇന്ത്യയെ കൊള്ളയടിച്ച്. സത്യമാണ്, ഒരു ഭാഗത്ത് സത്യമാണെങ്കിലും അവർ തന്നയിച്ചു പോയതൊന്നുണ്ട്. നസറായനായ യേശുവിനെയും ബൈബിളിനെയും സുവിശേഷത്തെയും ഈ മണ്ണിൽ നമുക്ക് തന്നിട്ട് പോയി. വളരെ പ്രാകൃതമായ ചരിത്രമുള്ളതാണ്. കേരള ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. പല ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ വളരെ വളരെ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത നീചമായ ഒരു വല്ലാത്ത കാലഘട്ടം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ നരഭോജിയെ നരനാക്കി മാറ്റിയതുപോലെ അത്രയും മാനുഷ്യമായി മനുഷ്യനായി തിരിച്ചറിയാത്ത ശരീര അവയവങ്ങൾക്ക് പോലും ടാക്സ് കളക്ട് ചെയ്ത നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അത്രയും വിദ്യാഭ്യാസം കഴിയില്ല, നന്നായിട്ട് വസ്ത്രം എടുക്കാൻ കഴിയില്ല. വല്ലാത്തൊരു പൈശാചിക കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനാക്കി മാറ്റിയതിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിച്ച പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ എന്ന് പറയുന്നത്. 4 സുവിശേഷമില്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. 4 പേര് എഴുതിയപ്പോൾ അത് 4 സുവിശേഷമായി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, 4 യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ ജനനം, യേശുവിന്റെ വളർച്ച, യേശു കർത്താവിന്റെ ശുശ്രൂഷ, യേശു കർത്താവിന്റെ മരണം. ഈ ലോകത്തിലെല്ലാവരും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ നസറായനായ യേശു കർത്താവ് മാത്രം വ്യത്യസ്തനായി നിൽക്കുന്നു. മരണം കൊണ്ട് തീരുകയല്ല, അവിടെ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇന്ന് രാത്രി സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഉയർപ്പാണ്. പ്രൈസ് ദി ലോർഡ്. പല പ്രഗൽഭന്മാർ ഇന്ത്യയിലെ ലോകത്തിൽ ഒത്തിരി പേര് മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ നസറായനായ യേശു കർത്താവിന്റെ പ്രത്യേകത മരണം കൊണ്ട് തീരുകയല്ല, കല്ലറ കൊണ്ട് തീരുകയല്ല, കല്ലറ കൊണ്ട് തുടങ്ങുകയായിരുന്നു. ഇന്ന് രാത്രി കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ മണ്ണിനോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മുടെയൊക്കെ ചിന്ത മരണം കൊണ്ട് തീർന്നതാണ്, പക്ഷേ മരണം കൊണ്ട് തുടങ്ങുന്നതാണ് എന്റെ യേശു കർത്താവ്. ഈ 4 സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ നമുക്ക് കാണാൻ കഴിയും. മത്തായി യേശുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്, മത്തായി യേശുവിനെ കണ്ടത് യേശു ഒരു രാജാവായിട്ടാണ്. മർക്കോസിന് യേശുവിനെ കണ്ടത്, അല്ലെങ്കിൽ യേശുവിന് തോന്നിയത്, മർക്കോസിന് തോന്നിയത് യേശു ഒരു ദാസനായിട്ടാണ്. ലൂക്കോസിന് യേശുവിനെ തോന്നിയത് യേശു ഒരു മനുഷ്യനാണ്. എന്നാൽ യോഹന്നാൻ യേശുവിനെ കണ്ടത് യേശു രാജാവാണ്, യേശു ദാസനാണ്, യേശു മനുഷ്യനാണ്, ഒപ്പം യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിലെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ബൈബിളിലെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന വാക്യമാണ് നമ്മൾ ഇന്ന് രാത്രി കാലം വായിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രാരംഭ ദിവസത്തിൽ താക്കോൽ വാക്യം തുറന്നുകൊണ്ട് ഇന്ന് രാത്രി ഈ മണ്ണിന്റെ ആത്മമണ്ഡലത്തെ നമ്മൾ അഭിഷക്തന്മാർ ഒരുമിച്ച് തുറക്കാൻ പോകുകയാണ്. ഇവിടുത്തെ പൈശാചിക മണ്ഡലത്തിന് പ്രഹരമേൽക്കുന്ന പ്രഥമ രാത്രിയിൽ താക്കോൽ
താക്കോൽ വാക്യം ഉപയോഗിച്ച് ഇന്ന് രാത്രി കാലം നമ്മൾ ഈ സുവിശേഷ ഈ ദൈവ ശബ്ദത്തെ തുറക്കാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന സഭ എന്റെ കൂടെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പുറത്തുള്ളവർ ഈ ശബ്ദം കേൾക്കട്ടെ. ഇന്ന് രാത്രി കാലം താക്കോൽ വാക്യം നിങ്ങളുടെ അകത്ത് തന്നു. ഒരു ഫ്ലാറ്റിന്റെ താക്കോൽ എനിക്ക് തന്നാൽ ആ ഫ്ലാറ്റിൽ എന്തൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ വീടിനകത്ത് എന്തൊക്കെ ഉണ്ടോ, അതെല്ലാം എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ബൈബിളിലെ താക്കോൽ വാക്യം ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഈ ബൈബിളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം എന്റെ അവകാശമാണ്. അതെല്ലാം എനിക്ക് ആക്സസബിൾ ആണ്. അതെല്ലാം എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ സൗഖ്യം പറയുന്നുണ്ടെങ്കിൽ ആ സൗഖ്യം എനിക്കുണ്ടാകും. ബൈബിളിൽ മാനസാന്തരം പറയുന്നുണ്ടെങ്കിൽ ആ മാനസാന്തരം എനിക്കുണ്ടാകും. ബൈബിളിൽ ജീവൻ പറയുന്നുണ്ടെങ്കിൽ ആ ജീവൻ എനിക്കുണ്ടാകും. ബൈബിളിൽ നിത്യജീവൻ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിത്യജീവൻ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തുറക്കാൻ പോകുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ലോകം എന്ന പദം അവിടെ ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞോട്ടെ. അവിടെ ജാതി എന്ന് കൊടുത്തിട്ടില്ല, ഇന്ന രാജ്യക്കാരനെന്ന് കൊടുത്തിട്ടില്ല, ഇന്ന ഗൂഢല്ലൂരെന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ഏറിയ എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്രായേലും അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രികാലം ലോകം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് അവിടെ നമ്മുടെ പേര് എഴുതിയിട്ടൊന്ന് വായിക്കാൻ കഴിയുമോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നീവിനെ ദൈവം സ്നേഹിച്ചു. ഈ രാത്രി ഞങ്ങൾക്ക് പറയാൻ ഒരു ദൈവ ശബ്ദമുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ബ്രദറെ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ബ്രദറെ, എനിക്ക് ആരുമില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആരുമില്ലെന്നൊരു തോന്നൽ നിങ്ങളുടെ അകത്ത് വേണ്ട, ആരുമില്ലെന്നൊരു ചിന്ത നിങ്ങളുടെ അകത്ത് വേണ്ട. ഒരുവനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് നസ്രായനായ യേശു കർത്താവാണ്. എനിക്കാരുമില്ലെന്ന് പറയരുത്, എനിക്കാരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആളില്ല, എന്നെ കേൾക്കാൻ ആളില്ല എന്ന് പറയരുത്. ഒരാളുണ്ട്, നസ്രായനായ യേശു കർത്താവ്. പിതാവ് വന്നത് ലോകത്തെ നശിപ്പിക്കാനല്ല, പകരം ലോകത്തെ രക്ഷിക്കാനാണ്. ഇന്ന് രാത്രികാലം എങ്ങനെയാണ് കർത്താവ് രക്ഷപ്പെടുത്തിയത്, എങ്ങനെയാണ് ലോകത്തെ രക്ഷപ്പെടുത്താൻ കർത്താവിന്റെ ആഗ്രഹമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ശുശ്രൂഷയിൽ ഏറ്റവും ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വാക്ക്, എനിക്ക് വാക്കുകളെക്കാൾ ഇഷ്ടം യേശു എന്ന് പറയാന്. യേശു എന്ന് പറയാന്, അത് പറയുമ്പോൾ അന്തരീക്ഷം മാറും, അത് പറയുമ്പോൾ സൗഖ്യം വ്യാപരിക്കും, അത് പറയുമ്പോൾ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഉലകത്തിലില്ല. വേറെ ഏത് നാമം പറഞ്ഞാലും ശക്തി വെളിപ്പെടത്തില്ല, വേറെ ഏത് നാമം പറഞ്ഞാലും വിടുതൽ നടക്കത്തില്ല, വേറെ ഏത് നാമം നമ്മൾ ഉയർത്തിയാലും മാനസാന്തരം ഉണ്ടാകത്തില്ല. എന്നാൽ ഒരു നാമം ഉയർത്തിയാൽ അവിടെ ശക്തി വ്യാപരിക്കും. പൈശാചിക മണ്ഡലത്തിന്റെ കോട്ടകളെ എന്റെ കർത്താവ് തരും. ആകാശത്തിന് ഭൂമിക്ക് മേലായ ഒരേ ഒരു നാമം, ആ നാമത്തെ ഉയർത്താനാണ് ഇന്ന് രാത്രി കാലം ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ പട്ടണത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മരണത്തിന് അധികാരമുള്ളത് ഉലകത്തിലൊറ്റ ആളേ ഉള്ളൂ. മരണം കൊണ്ട് എല്ലാവരും പരാജയപ്പെടുമ്പോൾ ആ മരണത്തിന്റെ മേൽ അധികാരമുള്ളത് യേശു കർത്താവിനാണ്. യേശു കർത്താവിനാണ് മരണത്തിന്റെ മേൽ അധികാരമുള്ളത്. എന്റെ കൂടെ ചേർന്ന് കരകളെ തട്ടി കർത്താവിനത് മഹത്വപ്പെടുത്താൻ ഇന്ന് രാത്രികാലം എത്ര പേര് തയ്യാറെടുക്കുന്നുണ്ട്? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നവർക്ക് കർത്താവിനത് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വേഗത്തിൽ ഈ വാക്യത്തിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഈ താക്കോൽ വാക്യം വെച്ച് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ തുറക്കാൻ പോവുകയാണ്. എന്നിട്ട് ഈ വചനത്തിലോട്ട്, ഈ വാക്യത്തിലോട്ട്, ബൈബിളിലെ ചില വചനങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി കാലം കൊണ്ടുപോയി അവസാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കണം. തന്റെ ഏകജാതനായ പുത്രൻ ആരാണ്? യേശു കർത്താവ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് യേശുവിന് വേണ്ട ബ്രദറെ, എനിക്ക് യേശുവിന് വേണ്ട. ഇത് മതപരിവർത്തനമെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു. പ്ലീസ് തെറ്റിദ്ധരിക്കരുത്. മതപരിവർത്തനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, മനപരിവർത്തനമാണ്. നിങ്ങളുടെ മനസ്സുകളെ പരിവർത്തനമാക്കുക. നിങ്ങൾ പാപപങ്കുലമായ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ സ്വഭാവത്തെ ഇന്ന് രാത്രികാലം മനസ്സിന്റെ പരിവർത്തനമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചു, ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ആകാശത്തിന് കീഴിൽ ഒരൊറ്റ നാമേ ഉള്ളൂ, അത് നസ്രായനായ യേശു കർത്താവാണ്. യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞത്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം,
എന്റെ ജീവിതം മാറിയത് എന്റെ അപ്പനമ്മയുടെ ബലമല്ല, എന്റെ അപ്പനമ്മ തന്ന ആഹാരത്തിന്റെ ശക്തിയൊന്നുമല്ല. എന്റെ ജീവിതം മാറിയത് യേശു എന്റെ കൈ പിടിച്ചത് കൊണ്ടാണ്, യേശു എന്നെ അടുത്ത് വന്നത് കൊണ്ടാണ് എന്റെ ജീവിതം മാറിയത്. ഇന്ന് രാത്രി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതും ആ ദൈവശബ്ദമാ. യേശു ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്ത് വരാൻ പോകുക. നിങ്ങളുടെ വിളിപ്പുറത്ത് എന്റെ യേശു കർത്താവ് വരാൻ പോകുകയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ എന്റെ കർത്താവ് ഈ താണഭൂമി വന്നപ്പോൾ ചെയ്തു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ക്യാൻസർ മാറുന്നതാണോ? മുഴ മാറുന്നതാണോ? അല്ലെങ്കിൽ മാരകമായ രോഗം മാറുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം? അല്ല. ഈ 3 ദിവസത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. അടുത്ത 2 രാത്രികാലം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ക്യാൻസർ മാറുന്നത് നല്ലത്, മുഴ മാറുന്നത് നല്ലത്, മറ്റ് രോഗങ്ങൾ മാറുന്നത് നല്ലത്. പക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ആ ദൗത്യമാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ വലിയ ശുശ്രൂഷ ചെയ്യാനാണ്. ഇതൊരു കൺവെൻഷനാണ്, ഒക്കെ ശരിയാണ്, ഒത്തിരി സെറ്റിങ്സുകൾ ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യാനാണ്. എന്താണ് ശുശ്രൂഷ? പാപത്തിൽ കിടക്കുന്ന ഒരു ജനതയെ മാനസാന്തരത്തിലേക്ക് നയിച്ച് സത്യദൈവമായ യേശുവിനെ അവരെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരെ ഹൃദയത്തിലേക്ക് കൊടുക്കാനാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇതിന്റെ അകത്ത് വന്നിട്ടുള്ളത്. വേഗത്തിൽ ഞാൻ എന്റെ ശബ്ദത്തിലേക്ക്, എന്റെ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരുന്നട്ടെ. പിതാവിന് ഒത്തിരി പുത്രന്മാരില്ല, ഒറ്റ പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. ആദാമിലൂടെ വന്ന പാപത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് സ്വർഗത്തിൽ ഒരു ചർച്ചയുണ്ടായി. ഒത്തിരി പ്രവാചകന്മാരെ അയച്ചു നോക്കി, നന്നായില്ല. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചെയ്തു, ഒന്നും നന്നായില്ല. എങ്ങനെ വീണുപോയ മാനവകുലത്തെ വീണ്ടെടുക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വർഗത്തിൽ മൗനമുണ്ടായി. അപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു, ആ മിഷന് വേണ്ടി, ആ ദൗത്യത്തിന് വേണ്ടി ഞാൻ പോകാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പുത്രൻ പറയാ, ഞാൻ അതിന് പോകാം, ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കാം. മണ്ണിൽ ജനിച്ച മനുഷ്യനെ അല്ലെങ്കിൽ പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഞാൻ വീണ്ടെടുക്കാമെന്ന് പിതാവിനോട് പറയുകയും അതൊരു വലിയ ദൗത്യമായിരുന്നു. പിതാവിന്റെ മടിത്തട്ടിൽ ഇരുന്ന പുത്രൻ ഭൂമിയിലേക്ക് താണ ലോകത്തേക്ക് വരുന്നു. സ്വർഗത്തിൽ അടങ്ങാത്ത കർത്താവ്, സ്വർഗത്തിൽ ഒതുങ്ങാത്ത കർത്താവ്. സ്വർഗം അവന്റെ സിംഹാസന, ഭൂമി അവന്റെ പാദപീഠം എന്ന് പറയുന്നു. എന്തോ ഒരു വലിപ്പമായിരിക്കും. അത്രയും വലിപ്പത്തിൽ ഇരിക്കുന്ന കർത്താവ്, അത്രയും വലിപ്പത്തിൽ അല്ലെങ്കിൽ അത്രയും ഒതുങ്ങാൻ കഴിയാത്ത യേശു കർത്താവ്, ദൈവം മറിയയുടെ ഉദരത്തിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര സംഭവമാണ് ദൈവമക്കളെ. ഈ ലോകത്ത് ഒതുക്കാൻ കഴിയാത്ത ദൈവം 9 മാസം മറിയയുടെ ഉദരത്തിൽ ഒതുങ്ങുക എന്ന് പറഞ്ഞാല് അത് വെറുതെ ഒതുങ്ങിയതല്ല, അത് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഒതുങ്ങിയത് എന്റെ കർത്താവ് എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടി എന്റെ കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാല് പാപ പങ്കുലമായ ഈ ലോകത്തെ രക്ഷിക്കാൻ കർത്താവ് സ്വർഗം വിട്ട് ഈ താണ ലോകത്ത് വന്ന് മറിയയുടെ ഉദരത്തിൽ ഒതുങ്ങി എന്ന് പറഞ്ഞാല് മനുഷ്യന് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. തിയോളജൻസ് പറയും, ദൈവശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ചരിത്രം പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയത്തില്ല, മനുഷ്യന് ദൈവമാകാൻ കഴിയത്തില്ല, ദൈവത്തിന് ഒരിക്കലും മനുഷ്യനാകാൻ കഴിയത്തില്ലെന്ന് തറപ്പിച്ച് പറയുമ്പോൾ ഇന്നേക്ക് 2026 വർഷത്തിന് മുമ്പേ ബെത്ലഹേം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ മറിയയുടെ ഉദരത്തിൽ ദൈവപുത്രനായ നസറായനായ യേശു കർത്താവ് ഉരുവാകുകയുണ്ടായി. യേശു കർത്താവ് ഈ ലോകത്ത് വന്നു, വളർന്നു, സംസാരിച്ചു, ജ്ഞാനമുള്ളവനായി. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, യേശു കരഞ്ഞു, യേശുവിന് വിശന്നു, മരണം വീട്ടിൽ പോയി, എല്ലാ ആഘോഷങ്ങളിലും കർത്താവ് പങ്കെടുത്തു, ഒട്ടുമിക്ക കാര്യങ്ങളിൽ എന്റെ കർത്താവ് പങ്കെടുത്തു. ഇന്ന് രാത്രികാലം പറഞ്ഞോട്ടെ, ആ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനായി അതിനെ ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഒപ്പം യേശുവിന്റെ ദൈവികം യേശു കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3.5 വർഷത്തിന്റെ ശുശ്രൂഷ, 3.5 വർഷത്തിന്റെ ജീവിതം ഇന്നേക്ക് 2000 വർഷം കഴിഞ്ഞിട്ടും പ്രസംഗിച്ച് തീർന്നിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റപ്പെട്ട അല്ലെങ്കിൽ വിൽക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ബൈബിൾ
ബൈബിളാണ്. ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ്. എത്രയോ അഭിഷക്തന്മാർ, എത്രയോ സുവിശേഷകന്മാർ പ്രസംഗിച്ചിട്ടും തീരാത്തതാണ് നസറായനായ യേശു കർത്താവ്. ആകെ 3.5 വർഷത്തിന്റെ ശുശ്രൂഷ, ഇന്നും അത് തീർന്നിട്ടില്ല. ആകെ 3.5 വർഷത്തിന്റെ അത്ഭുതം, ഇന്നും അത് വർണ്ണിച്ച് തീർന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. എന്റെ കർത്താവിന് നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. വിശ്വസിക്ക്, നിങ്ങൾ എത്ര വലിയ വേദനയിലൂടെ കടന്നുപോയാലും യേശുവിന് നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതം ചെയ്യാൻ കഴിയും. ഇവിടുത്തെ ലോകം എന്ന് പറയുന്നത്, നമ്മളെല്ലാം അങ്ങോട്ട് ചെന്നാണ് തീർത്ഥാടനങ്ങൾ കാണേണ്ടത്, അല്ലെ? അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഉലകത്തിൽ ഞങ്ങൾ ഒറ്റത്തിൽ പറയുന്നു, നമ്മൾ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വരുന്ന ഒരാളാണ് ഗൂഡല്ലൂർ. നിങ്ങളുടെ അടുത്ത് ഈ സുവിശേഷം എത്തി, നിങ്ങളുടെ അടുത്ത് ഈ യേശു എത്തി. അങ്ങോട്ട് പോകണ്ട, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന സഭ ഞങ്ങളുടെ കൂടെ ചേർന്ന് 1-2 മിനിറ്റുകളിൽ ആ യേശു നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്, ആ രക്ഷകൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. തള്ളിക്കളയരുത്, സുവിശേഷത്തെ തള്ളിക്കളയരുത്. എനിക്ക് യേശുവിനെ അറിയാം, പിന്നെ എനിക്ക് യേശുവിനെ അറിയാം. കണ്ണാടി കൂട്ടിൽ ഒതുക്കരുത് യേശുവിനെ. ഒരു രൂപത്തിലല്ല ഒതുക്കേണ്ടത്. യേശു ഒരു കീ ചെയിനിൽ ഒതുക്കാനുള്ളതല്ല, യേശു ഉള്ളിൽ വാഴാനുള്ളതാണ്. യേശു ഫോട്ടോയ്ക്കകത്ത് ഇരിക്കാനുള്ള ആളല്ല. യേശു ഒരു അറിവല്ല സാറേ, യേശു ഒരു അനുഭവമാണ്. ഇന്ന് രാത്രി കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവിനെ ഒരു അറിവായിട്ട് മാത്രം കാണരുത്, യേശുവിനെ അനുഭവിക്കുക. ഇന്ന് ഇത്രയും പേര് ഇതിന്റെ അകത്തുണ്ട്, ഈ വേദിയിൽ ഒത്തിരി അഭിഷേകന്മാരുണ്ട്. ചോദിക്ക്, യേശു അറിവല്ല ഞങ്ങൾക്ക്, യേശു ഞങ്ങൾക്കൊരു അനുഭവമാണ്. തകർന്നു പോയ ഞങ്ങളുടെ ജീവിതം, ആത്മഹത്യയുടെ വക്കിലേക്ക് പോയ ഞങ്ങളുടെ ജീവിതത്തെ, മദ്യപാനത്തിനൊക്കെ തകർന്നു പോകേണ്ട ഞങ്ങളുടെ കുടുംബത്തെ യേശു അറിവായിട്ട് നിന്നില്ല, യേശു അനുഭവമായിട്ട് നിന്നു. രോഗത്താൽ ഭാരത്താൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ എന്റെ കുടുംബം എനിക്ക് പറഞ്ഞു തന്നത് യേശു അറിവല്ല, യേശു അനുഭവമാണ്. എന്താണ് ഇതിനെ? യേശു നിനക്ക് അനുഭവം പറയാ. സൗഖ്യം തരുന്നൊരു യേശുവുണ്ട്, ദീർഘായുസ് തരുന്നൊരു ദൈവമുണ്ട്, വിടുതൽ തരുന്നൊരു ദൈവമുണ്ട്. നീ ഏതവസ്ഥയിലാണെങ്കിലും അവസ്ഥയെ മാറ്റുന്നൊരു യേശുവുണ്ട്. ഇന്ന് രാത്രികാല സുഹൃത്തെ, ഈ 3 ദിവസം ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് യേശു അറിവല്ല, യേശു അനുഭവമാകട്ടെ. ഇന്ന് രാത്രികാല യേശു നിങ്ങൾക്കൊരു അനുഭവമാകട്ടെ. ഞാൻ വിളിച്ച വരുമോ ബ്രദറെ? ഉറപ്പായിട്ട് നിങ്ങൾ വിളിച്ച വരും. ഞാൻ ഇരിക്കുന്നിടത്ത് വരുമോ? ഞാൻ ഇന്ന മതക്കാരനാണ്, ഇന്ന ആളാണ്. നോ, ബൈബിളിൽ അങ്ങനെ ഒരു മാനദണ്ഡമില്ല. ഞങ്ങൾ വായിച്ച ബൈബിളിനകത്ത് അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്ക് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവ ലോകത്തെ സ്നേഹിച്ചു എന്നീ പദം ഞങ്ങൾ വായിച്ചത്. അവിടെ ഒരു മാനദണ്ഡമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് ഏറ്റുപറയുക, യേശു എന്റെ ദൈവമാണെന്ന്. പിതാവ് വന്നത് ലോകത്തെ നശിപ്പിക്കാനല്ല, ലോകത്തെ രക്ഷിക്കാനാണ്. ഈ 2026 ഈ സുവിശേഷ യോഗം എന്ന് പറയുന്നത് ഏതൊക്കെ കുടുംബങ്ങളെ ഇന്ന് രാത്രികാല കർത്താവ് തൊടാൻ പോകുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിനെ ദൈവം തൊടാൻ പോകുകയാണ്. 3 സ്ഥലങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോക്കൂ, കർത്താവിന്റെ ജീവിതത്തിനകത്ത് അവസാന മിനിറ്റുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോയി. കുറേനക്കാരനായ ശിമോൻ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നടന്ന വീതികളോ യേശു നടന്ന ഗ്രാമങ്ങളോ ഒന്നും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. യേശു ചെലവാക്കിയ അവസാനത്തെ 3 സ്ഥലങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. കർത്താവിന്റെ മരണസമയം ആയപ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് ലാസ്റ്റ് സപ്പർ കഴിഞ്ഞ് അപ്പം എടുത്തിട്ട് നുറുക്കി പറയുക, ഇതെന്റെ ശരീരം, നിങ്ങൾ കഴിക്കുക, ഇത് ജീവനോ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു കർത്താവ് വീഞ്ഞ് മാത്രം എടുത്തിട്ട് പറയുക, ഇതെന്റെ രക്തമാണ്, ഇത് കുടിക്കുന്നവൻ ജീവിക്കുമെന്ന് പറഞ്ഞ് എന്റെ കർത്താവ് നേരെ പോകുന്നത് ഗെത്സമന തോട്ടത്തിലാണ്. ഇന്ന് രാത്രി 3 സ്ഥലങ്ങൾ എന്റെ കർത്താവിന്റെ ജീവിതത്തിന്റെ അവസാന മിനിറ്റുകളിൽ കർത്താവ് ചെലവാക്കിയ 3 സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സമയം ചെലവിട്ട 3 സ്ഥലങ്ങൾ. 1 ഗെത്സമന തോട്ടം, 2 ഗബദ, 3 ഗോൽഗോത്ത. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചോട്ടെ. 1 ഗെത്സമന തോട്ടം, 2 ഗബദ, 3 ഗോൽഗോത്ത. ഈ 3 പട്ടണത്തിലൂടെ, അല്ലെങ്കിൽ ഈ 3 ഏരിയയിലൂടെ നമ്മൾ ഇന്ന് രാത്രി സഞ്ചരിക്കാൻ പോവുകയാണ്. അതീവ വേദന നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു
ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എത്രയും പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ വേർപ്പ് തുള്ളികളായി അല്ലെങ്കിൽ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളികളായി പുറത്തു വരത്തുള്ളൂ. അത്രയും കഠിനമായി ഹൃദയം പമ്പ് ചെയ്താലേ വരത്തുള്ളൂ. എന്റെ കർത്താവിന്റെ ശരീരം അതുപോലെ പ്രഷറിലാകെ. കാരണം പാപം എന്തെന്നറിയാത്ത ദൈവപുത്രൻ, പാപം എന്തെന്നറിയാത്ത കർത്താവ് മാനവകുലത്തിന്റെ മുഴുവൻ പാപം ചുമന്നുകൊണ്ട് ഇരിക്കുമ്പോൾ പിതാവിന്റെ മുഖം കാണാൻ കഴിയില്ല. അപ്പോഴിരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയുക, എങ്കിലും നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എന്നിൽ നടക്കട്ടെ. ഗെത്സമന തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തന്റെ വേണ്ടപ്പെട്ട സഹോദരങ്ങളെയും ശിഷ്യന്മാരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഗെത്സമന തോട്ടത്തിലേക്ക് പോകുമ്പോൾ, ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി നിറയുന്ന ഒരു തോട്ടമാണ് ഈ ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. നസറായനായ യേശു കർത്താവിന്റെ ഹൃദയം പൊടിയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ, തന്റെ ശിഷ്യന്മാരെല്ലാം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ, വേണ്ടപ്പെട്ട ശിഷ്യന്മാരെല്ലാം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു കല്ലേറ് ദൂരത്ത് മാറി തന്റെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വന്നു നോക്കുമ്പോൾ, തന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് കരുതിയ, തന്റെ കൂടെ ഇരുന്ന് തന്റെ വേദനയിലൂടെ പങ്കുചേരുമെന്ന് പറഞ്ഞവര് ഉറങ്ങുകയാണ്. ഇന്ന് രാത്രികാലം പറയാം, നമ്മൾ എത്ര വലിയ സ്നേഹമെന്ന് പറഞ്ഞാലും, എത്ര വലിയ ചങ്കെന്ന് പറഞ്ഞാലും, വേദനയുടെ ഘട്ടത്തിൽ നമ്മളും നമ്മുടെ വേദനകളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വേറെ ഏത് അച്ചാച്ചൻ ഉണ്ടെന്ന് പറഞ്ഞാലും, ഏത് ആളുണ്ടെന്ന് പറഞ്ഞാലും, ഗെത്സമന തോട്ടത്തില് നമ്മൾ നമ്മുടെ വേദനകളും നമ്മളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൂടെ ഇരുന്ന് നെഞ്ചിൽ ചാരിക്കടന്ന് സംസാരിച്ചവൻ, ഹൃദയത്തിന്റെ ചൂടറിഞ്ഞ ആള്, എന്തും ചെയ്യാൻ തുനിയുന്ന പത്രോസ്, ഇവരെല്ലാരും ഉറങ്ങുമ്പോഴും ഗെത്സമന തോട്ടത്തിൽ കർത്താവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അങ്ങിങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒലിവ് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ഇവിടെയായി ഒലിവ് പഴങ്ങൾ വീഴുന്ന ശബ്ദം എന്റെ കർത്താവ് കേൾക്കുക. എന്താ ഒലിവ് പഴത്തിന്റെ പ്രത്യേകത? ഒലിവ് പഴത്തെ ശേഖരിച്ച് ആ തോട്ടത്തിന്റെ അടുത്ത് തന്നെ ചക്കുണ്ട്, ആ ചക്കിലിട്ടിട്ട് എത്രത്തോളം അമർത്താൻ കഴിയുമോ അത്രത്തോളം അമർത്തി ആ ഒലിവ് പഴത്തിന്റെ നീര് ഊറ്റിയെടുക്കുന്നത് പോലെ, എത്രത്തോളം അതിനെ അമർത്തി ആ അവസാനത്തെ നീരെടുക്കുന്നത് പോലെ, റോമൻ എന്ന ഗവൺമെന്റ് അവിടുത്തെ അധികാരികൾ എല്ലാരും കൂടെ ചേർന്ന്, ഈ നാളുകൾ ഞാൻ പറഞ്ഞോട്ടെ, അവര് ചക്കിലിട്ട് എന്റെ കർത്താവിനെ എത്രത്തോളം അമർത്താൻ കഴിയുമോ അത്രത്തോളം അമർത്തി. ബൈബിൾ പറയുന്ന പദം ഞാൻ അതുപോലെ തന്നെ പറയാം, അവസാന തുള്ളി രക്തവും എനിക്ക് വേണ്ടി ഊറ്റി തന്നൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രികാലം മറന്നു പോകരുത്. ഗെത്സമന തോട്ടത്തിൽ വേദനയുടെ നടുവിൽ എല്ലാരും ഉണ്ടെന്ന് തോന്നും സാർ, പക്ഷെ ആരും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ഈ നാളുകൾ കള്ളനെ പോലെ പിടിക്കാൻ എന്നെ യേശു വന്നു. യേശു അവിടെ തന്നെ ലൈവായിട്ടുണ്ടായിരുന്നു, പക്ഷെ അവര് കള്ളനെ പിടിക്കുന്നത് പോലെ വന്നു. കർത്താവിനെ പിടിച്ചോണ്ട് പോകുക, ആത്മീയം എന്നെ കർത്താവിനെ പിടിച്ചോണ്ട് പോകുക. ഇന്ന് രാത്രികാലം ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്റെ കർത്താവിനെ മാറി മാറി ചോദ്യങ്ങൾ ചെയ്തു. എന്നിട്ട് അവർക്ക് കറക്റ്റായിട്ട് ഒരു കേസ് എടുക്കാൻ കഴിയുന്നില്ല. ഒത്തിരി കള്ള കേസുകൾ കൊണ്ടുവന്നു, അതൊന്നും അവർക്ക് കള്ള സാക്ഷികളെ കൊണ്ടുവന്നു, ഇതൊന്നും മാച്ച് ആകുന്നില്ല. എന്റെ ചോദ്യം, യേശു ചെയ്ത നീചപ്രവൃത്തി എന്താ? ഇങ്ങനെ കേസ് എടുക്കാൻ മാത്രം യേശു ചെയ്ത നീചപ്രവൃത്തി എന്താണ്? റോമൻ ഗവൺമെന്റിനോട് എനിക്കൊരു ചോദ്യം. കാഴ്ചയില്ലാത്തൊരു പാവപ്പെട്ട സഹോദരന് കാഴ്ച കൊടുത്തതാണോ എന്റെ യേശു കർത്താവ് ചെയ്ത നീചപ്രവൃത്തി? ഒരു സഹോദരൻ, ഒരു കുടുംബത്തിന്റെ അത്താണിയായ സഹോദരൻ മരിച്ചുപോയി 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചു, ആ മനുഷ്യനെ തിരിച്ചു കൊടുത്ത ആ കുടുംബത്തെ രക്ഷിച്ചതാണോ എന്റെ യേശു ചെയ്ത നീചപ്രവൃത്തി? എന്റെ യേശു കർത്താവ് ചെയ്ത ഒരു കല്യാണ വീട്ടിൽ പോയി വേണമെങ്കിൽ അവിടുത്തെ പാർട്ടി കൂടിയിട്ട് വരാമായിരുന്നു, പക്ഷേ തലമുറകൾ തല കുനിക്കേണ്ട സ്ഥാനത്ത് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്തതാണോ എന്റെ കർത്താവ് ചെയ്ത നീചപ്രവൃത്തി? എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ന് രാത്രികാലം പറയാനോട്ടെ, എന്തൊക്കെ അവര് സംസാരിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അതങ്ങോട്ട് വരുന്നില്ല. മാറി മാറി എന്റെ കർത്താവിനെ കോടതികൾ വിസ്തരിച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ഇവനെ ക്രൂശിക്കാൻ ഒരു തീരുമാനമെടുത്തു. ഇവനെ അടിച്ച് ക്രൂശിക്കുക എന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് രാത്രികാലം ഗബതയിലേക്ക് എന്റെ കർത്താവിനെ കൊണ്ടുപോകുക. ആ ഗബതയിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വല്ലാത്ത കാഴ്ചയാണ്. എന്റെ കർത്താവിന്റെ വസ്ത്രത്തെ ഉരുകിയിട്ട് എന്റെ കർത്താവിനെ ഗബതയുടെ കൽത്തളങ്ങൾ കെട്ടി. ബൈബിൾ പറയുന്നത് പോലെ ആ പദങ്ങൾ, അതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഗബതയുടെ പ്രത്യേകത,
അവിടെ കൊണ്ടുവരുമ്പോൾ ക്രൂശിക്കുന്നതിന് തൊട്ട് മുമ്പേ എന്റെ കർത്താവിനെ ചാട്ടവാർ കൊണ്ട് അടിച്ച് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. എന്താണ് ഗബദയുടെ പ്രത്യേകത? പറയാം. ഗബദയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ വരുമ്പോൾ അടിമകളാണ് ഈ ചാട്ട ആഞ്ഞു വീശുന്നത്, അല്ലെങ്കിൽ ഈ ചാട്ട ശരീരത്തിൽ പതിപ്പിക്കുന്നത് അടിമകളാണ്. അടിമ വന്ന് അടിക്കാൻ വേണ്ടി ചാട്ട എടുക്കുമ്പോൾ ഒരാള് പറയും, അവിടുത്തെ പടയാളി പറയും, ഈ അടിയിൽ ഈ വ്യക്തി മരിച്ചാൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ വീണ്ടും പറയുന്നൊരു ശബ്ദമുണ്ട്, നിന്റെ അടിയിൽ നിന്റെ പ്രഹരത്തിലാണ് ഈ വ്യക്തി മരിച്ചു പോകുന്നെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ചോദ്യം സദസ്സിനോട്, ഏതെങ്കിലും ഒരു അടിമ ദയവോടെ ആ ശരീരത്തിൽ പ്രഹരമേൽപ്പിക്കൂ? ഇല്ല. കാരണം അവൻ ആവശ്യ സ്വാതന്ത്ര്യമാണ്. ഒരു അടിമ പോലും അത് കനിവില്ലാതെ അടിക്കത്തില്ല. എന്റെ കർത്താവിന്റെ ശരീരത്തിൽ 1:39 അടി എന്റെ കർത്താവ് ഏൽക്കുകയാണ്. ഗബദയിൽ എന്റെ കർത്താവ് പ്രഹരമേൽക്കുക. എന്തിനാണെന്നറിയാമോ? യെശയ്യാവിൽ ഒരു വാക്യം എഴുതി വെച്ചു, അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ കർത്താവിന്റെ ഗബദയിൽ കൽത്തളങ്ങളിൽ കൊണ്ടുപോയി ഓരോ പ്രഹരമേൽക്കുമ്പോഴും, ഓരോ ശരീരത്തിൽ പ്രഹരമേൽക്കുമ്പോഴും മാംസം പറഞ്ഞ് രക്തം തെറിക്കുമ്പോൾ, ആ ഗബദയുടെ കൽത്തളങ്ങളിൽ ചുടുചോര വീഴുമ്പോൾ, ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥന മുറിയിൽ ഇത് ധ്യാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അറിയാതെ ഞാൻ പറഞ്ഞു, ഡാഡി എന്ത് കർത്താവേ ആ ഒരടിയിൽ മരിച്ചു പോകാതെ എന്തിനാ ഇത്രയും പ്രഹരം അങ്ങ് ഏറ്റത്? എന്റെ വേദന കൊണ്ട് ഞാൻ ചോദിച്ചു പോയത്, എന്തിനാണ് അങ്ങ് ഇത്രയും മാരകമായ വേദന അങ്ങ് അനുഭവിച്ചത്? എന്തിനാണ് ഇത്രയും ക്രൂരമായ വേദന അങ്ങ് അടിയേറ്റത് കർത്താവേ? ബൈബിൾ പറയുന്നു, ഉഴവുചാല് പോലെ എന്റെ കർത്താവിന്റെ ശരീരത്തെ കീറിക്കളഞ്ഞു. ചാട്ടവാർ കൊണ്ട് എന്റെ കർത്താവിന്റെ ശരീരത്തെ ഉഴവുചാല് പോലെ കീറി. ഞാൻ അറിയാതെ ചോദിച്ചപ്പാ എന്നതാപ്പ ഒരടി തന്നെ അങ്ങ് മരിച്ചുവിടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന മുറിയിൽ പ്രഹരം എന്നുള്ളത് ഇടിമുഴക്കം പോലെ ഞാൻ കേട്ട ഒരു ദൈവശബ്ദം ഞാൻ പറയാം, മോനെ, ഗബദയിൽ ഞാൻ മരിച്ചാൽ ഒരാള് വിടുവിക്കും, പക്ഷെ ഞാൻ ഗോൽഗോത്തയിൽ മരിച്ചാൽ ഈ ഉലകം മുഴുവനും എനിക്ക് നേടാൻ കഴിയും. എനിക്ക് ഗബദയല്ല എന്റെ വിഷയം, ഒരാളല്ല എന്റെ വിഷയം, ഈ മാനവകുലം മുഴുവനുമാണ് എന്റെ വിഷയം. ഇന്ന് രാത്രികാല ഗബദയുടെ കൽത്തളങ്ങളിൽ എന്റെ കർത്താവ് അടിയേറ്റത് എന്തിനെന്നറിയാമോ? പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഇന്ന് ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ, ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന വേദനകൾ, അതിന് മറുപടി ഗബദ നമ്മളോട് സംസാരിക്കും. അവന്റെ അടിപ്പിണരുകളാൽ യെശയ്യാവ് എഴുതി വെച്ചു, ആ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ അടികള് അത് എന്റെ സൗഖ്യത്തിനാണ്. ഞാൻ അല്പം മുമ്പേ മരിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇന്ന് മനസ്സിലായി, എന്റെ കർത്താവ് ഗബദയിൽ അടികൊണ്ടതാണ് 8-ാം വയസ്സിൽ അസ്തമിക്കേണ്ട ജീവിതത്തെ 33-ാം വയസ്സിലേക്ക് എത്തിച്ചതിന്റെ പേരാണ് നാസറായനായ യേശു കർത്താവ്. അതിന് മുഖാന്തരമായി തിരുവനന്തപുരം കണ്ണാശുപത്രി എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഗബദ എന്നെ ചേർത്ത് പിടിച്ചു. ഗൂഡല്ലൂർ നിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, തിരുവനന്തപുരം എന്റെ കണ്ണാശുപത്രി എന്നെ റിജക്ട് ചെയ്തപ്പോൾ ഗബദ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഗബദയിലെ ചുടുചോര എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പോലെ ആര് പറഞ്ഞു നിനക്ക് മരുന്നില്ലെന്ന്? ആര് പറഞ്ഞു നിനക്ക് ചികിത്സയില്ലെന്ന്? ആര് പറഞ്ഞു നിനക്ക് അത്ഭുതമില്ല എന്ന്? ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്ത് സൗഖ്യത്തിന്റെ നായകൻ യേശു കർത്താവ് വന്നു കഴിഞ്ഞു. കരങ്ങളെ തട്ടി ആ വിശുദ്ധ കരങ്ങൾ ചേർത്തടിച്ച് സൗഖ്യദായകനായ യേശു ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എത്ര വലിയ വിഷയത്തിലൂടെ കടന്നുപോയാലും ഗബദ ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഒരു രോഗത്തിനും ചികിത്സയില്ല. നിങ്ങളുടെ രോഗത്തിന് റിപ്പോർട്ടുകൾക്ക് മരണമാണെങ്കിൽ ഗബദ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇല്ലേ ഇല്ല, അതല്ല സത്യം. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ ആ വേദന അനുഭവിക്കുക. അത് കഴിഞ്ഞിട്ട് യേശുവിനെ നോക്കൂ, നിന്ദിക്കാൻ വേണ്ടി യഹൂദന്മാർ ഉപയോഗിച്ച പദം നിങ്ങൾക്ക് അറിയണോ? നമ്മളൊക്കെ ഒരാളെ കളിയാക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേർഡുകൾ ഉപയോഗിക്കും. പക്ഷെ എന്റെ യേശുവിനെ നിന്ദിക്കാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി അവരുപയോഗിച്ച വാക്ക് എന്തെന്നറിയാമോ? രാജാവ്. മിണ്ടിയില്ല. എന്റെ യേശുവിനെ നിന്ദിക്കാൻ അവരുപയോഗിച്ച വാക്ക് രാജാവ്. നീ യഹൂദന്മാരുടെ രാജാവാണോ? നീ രാജാവാണോ? എന്റെ യേശുവിനെ എത്രത്തോളം നിന്ദിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചത് രാജാവെന്ന പദമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, തലയിൽ രാജാവായതുകൊണ്ട് മുൾക്കിരീടം എന്റെ കർത്താവിന് കൊടുത്തു. നോക്കൂ, ആ താടിയെ നാണയത്തുട്ടുകൾ കൊണ്ട് പിഴുതെടുക്കുകയാണ്.
കണ്ണ് കെട്ടിയിട്ട് പ്രവചിക്കുക എന്ന് പറഞ്ഞ്, തല്ലിട്ട് പ്രവചിക്കുക എന്ന് പറഞ്ഞ് യേശുവിനെ ക്രൂരമായി ടോർച്ചർ ചെയ്യുകയാണ്. ക്രൂരമായി എൻ്റെ കർത്താവിനെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എത്രയോ ശരീരത്തിൽ പ്രഹരമേറ്റുകൊണ്ടിരിക്കുക. ആ സൃഷ്ടിതാവിന്റെ മുഖത്ത് സൃഷ്ടിയായ മനുഷ്യൻ കാർക്കിക്ക് തുപ്പുക. മോനെ, ആ കണ്ണടച്ചിട്ട് എൻ്റെ കർത്താവിനെ തല്ലുമ്പോൾ അറിഞ്ഞുകൂടാത്തൊരു ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരാം. കടലിൽ ഊളിയിട്ട് നടക്കുന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുരദ്രഹ്മ പണമുണ്ട്. പത്രോസെ അങ്ങോട്ട് പോയി ചൂണ്ടയിട്ട് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് ടാക്സ് കൊടുക്കാൻ പറഞ്ഞൊരു ചരിത്രമുണ്ട്. കണ്ണ് കെട്ടിയിട്ട് പേര് പറ എന്ന് പറഞ്ഞ് തല്ലുമ്പോൾ അറിഞ്ഞുകൂടാത്തൊരു ചരിത്രമുണ്ട്. കടലിൽ ഊളിയിട്ട് നടന്ന മീനിനകത്തുള്ള ചതുരദ്രഹ്മ കാണാമെങ്കിൽ എൻ്റെ കർത്താവിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് പ്രഹരമേൽപ്പിക്കുന്ന നിന്റെ ചരിത്രം കർത്താവിന് അറിയാം. നിന്റെ പിതാവിന്റെ ചരിത്രം കർത്താവിന് അറിയാം. പേര് കർത്താവിന് അറിയാം. പക്ഷെ മിണ്ടുകയില്ല എന്റെ കർത്താവ്. ഒരു വാക്ക് എന്റെ കർത്താവ് മിണ്ടത്തില്ല. കാരണം ഗബതയല്ല എന്റെ കർത്താവിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം, ഗോൽഗോഥയാണ്. ഇന്ന് രാത്രികാലം എത്രത്തോളം എന്റെ കർത്താവിനെ പ്രഹരമേൽപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം യേശുവിനെ പീഡ ഏൽപ്പിക്കാൻ കഴിയുമോ, അതെല്ലാം കൊടുക്കുമ്പോഴും ഇന്ന് രാത്രികാലം ആർക്ക് വേണ്ടിയാണ് ആ പീഡ ഏറ്റത്? ആർക്ക് വേണ്ടി ആ വേദന ഏറ്റത്? ആദാം തള്ളി അല്ലെങ്കിൽ ആദാമീയ പാപത്തെ എന്റെ കർത്താവ് ക്രൂശ് മരണം കൊണ്ട് പരിഹരിക്കുകയാണ്. ആദാമിന്റെ പാപത്തെ ക്രൂശ് മരണം കൊണ്ട് എന്റെ കർത്താവ് അതിനെ പരിഹരിക്കുക. ഒരു വല്ലാത്ത യാത്ര. ആ യാത്ര മനുഷ്യ മനസ്സുകളെ തകർത്ത് കളയുന്ന ഒരു വല്ലാത്ത യാത്ര. തലയിൽ മുൾക്കിരീടം വെച്ച് എന്റെ കർത്താവിന്റെ ശരീരത്തിൽ ഒന്നുകുറെ 40 അടി അടിച്ച് ആ ശരീരത്തിൽ വാർന്നൊഴുകുന്ന രക്തം കാർക്കിച്ചു തുപ്പി നാടിയിൽ നിന്ന് രക്തകൂമങ്ങളിൽ നിന്ന് വേർപ്പ് കൂമങ്ങളിൽ നിന്ന് രക്തം ഒഴുകുകയാണ് എന്റെ കർത്താവിന്റെ ശരീരത്തിൽ. ഒരു വല്ലാത്ത രൂപം. എന്നിട്ട് യേശുവിന്റെ ശരീരത്തിലേക്ക് ക്രൂശിനെ എടുത്തു വെക്കുകയാണ്. ഒരു ചോദ്യം കൂടെ എനിക്ക് ആവർത്തിക്കാനുണ്ട്. സദസ്സിനോട് എനിക്കൊരു ചോദ്യം കൂടെ ആവർത്തിക്കാനുണ്ട്. ക്രൂശ് മരണം കൊടുക്കുന്നത് ഏറ്റവും നീച പ്രവൃത്തി ചെയ്തവർക്കാണ്, രാജ്യദ്രോഹം ചെയ്ത വ്യക്തിക്കാണ്. അവർ അന്ന് റോമ ഗവൺമെന്റ് അന്നത്തെ പ്രാചീനമായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു നീചമായ ശിക്ഷാ രീതിയായിരുന്നു ക്രൂശ് മരണം. ഞാൻ ആവർത്തിക്കുന്നില്ല. യേശു എന്നാ ക്രൂരത കർത്താവ് ഈ ലോകത്തോട് ചെയ്തത്? യേശു കർത്താവ് എന്ത് രാജ്യദ്രോഹമാണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ പത്രോസിനെ പോലെ മത്സ്യബന്ധനം ചെയ്ത് ഒരു മനുഷ്യന് പോലും അടുത്ത് വന്ന് സംസാരിക്കാതെ അവര് പിടിച്ചോണ്ട് വന്ന മത്സ്യത്തെ വാങ്ങിക്കൊണ്ടുപോകും. നിനക്ക് സുഖമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് കുശലം പറഞ്ഞ് അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്ത് അങ്ങനെ എണ്ണി പറയാമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അങ്ങോട്ട് ചെന്ന് സൗഖ്യമാക്കി. യേശു എത്രയോ മരിച്ച വീടുകൾ, 3 മരണ വീടുകളെ ജയത്തിന്റെ വീടാക്കി മാറ്റി. ആവർത്തിക്കുന്നു. ഇതാണോ യേശു കർത്താവ് ചെയ്ത രാജ്യദ്രോഹ കുറ്റം? ഒന്നും പറയാനില്ല. ഒരു വല്ലാത്ത യാത്ര നമുക്ക് കാണാൻ കഴിയും. മുൾക്കിരീടം അത് വെച്ചുകൊണ്ട് ആ ക്രൂശും കൊണ്ട് എന്റെ കർത്താവ് ഒരു യാത്ര. കുറച്ച് ദൂരമേ ഉള്ളെങ്കിലും ആ ശരീരത്തിന് ആ ക്രൂശ് വഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ബലഹീനമായി ആ ശരീരം. ഉറക്കമില്ല, ആഹാരമില്ല, പാനീയമില്ല. ഇതുപോലെ ചാട്ടവാറിന്റെ പ്രഹരം, ഇതെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാൽ ആ യാത്ര ചെയ്യാൻ വേച്ചും കർത്താവ് യാത്ര ചെയ്യാൻ വല്ലാത്തൊരു കാഴ്ച ഞാൻ മനസ്സിലാക്കുന്നു. ആ ക്രൂശ് കർത്താവിന് വഹിക്കാൻ കഴിയുന്നില്ല. ആ യാത്രയുടെ നടുവിലാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച വചനത്തിന് ഒരു ഇമ്പോർട്ടന്റ് വരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായ കുറയനക്കാരനായ ശിമോൻ ഇഷ്ടത്തോടെ ആരും ക്രൂശ് ചുമക്കത്തില്ല. കാരണം അന്നത്തെ ആചാരം എന്ന് പറയുന്നത് ക്രൂശ് ശാപമാണ്. ക്രൂശിനെ തൊട്ടാൽ ശപിക്കപ്പെടും, ക്രൂശ് ശാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം. രാജ്യദ്രോഹം ചെയ്യുന്നവർക്കാണ് ക്രൂശ് മരണം. അറിഞ്ഞുകൊണ്ടോ മനസ്സുകൊണ്ടോ ആരും ഇഷ്ടത്തോടെ ക്രൂശ് ചുമക്കത്തില്ല, ക്രൂശിനെ തൊടത്തില്ല. അത് അനുഭവിക്കുന്ന വ്യക്തി കൊണ്ട് തന്നെ പോകണമെന്നാണ് അന്നത്തെ രീതി എന്ന് പറയുന്നത്. പക്ഷെ യേശുവിനൊട്ടും അത് നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ആ ശരീരത്തിൽ ചാട്ടവാർ കൊണ്ടുള്ള പ്രകാരം ഒരു കരിവും കാണിക്കാതെ എന്റെ കർത്താവിനോട് ഇന്ന് രാത്രികാലം മതവും രാഷ്ട്രീയം ഒരുമിച്ച് നിന്ന് കൈകോർത്ത് എന്റെ കർത്താവിനെ ക്രൂരമായി എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ അത്രത്തോളം
ഉപദ്രവിക്കുകയാണ്. 3 സുവിശേഷങ്ങളിൽ കുറയനക്കാരനായ ശീമോൻ എന്ന് പറയുമ്പോൾ മർക്കോസ് മാത്രം പറയുന്നു അങ്ങനെ വെറും കുറയനക്കാരൻ എന്ന് പറയരുത്. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായ കുറയനക്കാരനായ ശീമോൻ. ഇന്ന് രാത്രി കാലം ഞാൻ പറയാം, അപ്പന്മാരുടെ തലമുറ കാരണം ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? തലമുറ കാരണം ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി കാലം നിങ്ങളെ അവസ്ഥകളെ അറിയുന്ന ഒരു യേശു കർത്താവ് ഈ പന്തലിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 സുവിശേഷം കാണാത്തവര് മർക്കോസ് കാണുക, അലക്സാണ്ടറിന്റെ അപ്പന് റൂഫോസിന്റെ അപ്പന് ഈ ക്രൂശ് ചുമക്കുന്നത്. വയലിൽ പണിയെടുത്തിട്ട് ചേറിൽ പണിയെടുത്തിട്ട് വരുന്ന വഴിയിൽ യേശുവിനെ പറ്റി ഈ കുറയനക്കാരനായ ശീമോൻ കേട്ടതല്ല ആ മനുഷ്യൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ കേട്ടത് യേശു അത്ഭുതമാണെന്ന്, ആ യേശുവിനെ പറ്റി കേട്ടത് അപ്പത്തെ വർദ്ധിപ്പിക്കുന്ന. പക്ഷെ ഇപ്പോൾ ആ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കുന്ന യേശുവിനെ അല്ല, അല്ലെങ്കിൽ വിടുതൽ നൽകുന്ന സൗഖ്യം നൽകുന്ന യേശുവിനെ പറ്റിയല്ല. അയാൾ കേട്ടതല്ല കണ്ടോണ്ടിരിക്കുന്ന നിസ്സഹായതയുടെ ക്രൂശ് ചുമന്ന് മുൾമുടി ചൂടിയ ഒരു യേശുവിനെ ആ മനുഷ്യൻ കണ്ടോണ്ടിരിക്കുക. ഒന്ന് മാറി നിന്നു, പുറകിലോട്ടൊന്ന് മാറി നിന്നു. ഈ പടയാളികൾ നിർബന്ധത്തോടെ പറയും, കാരണം ഇത് അങ്ങ് ഗോൽഗോത്തയിൽ കൊണ്ട് എത്തിക്കണമല്ലോ, ഇങ്ങനെ പോയാൽ എത്തത്തില്ലെന്ന് പടയാളികൾക്ക് മനസ്സിലായി. ദാ പിടിച്ചു, ഇവൻ എങ്ങനെയെങ്കിലും തൊലയെന്ന് പറഞ്ഞു. കാരണം ക്രൂശ് തൊട്ടാൽ ശാപമാ, ക്രൂശ് തൊട്ടാൽ അത് ശപിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ ഒരാളും തൊടത്തില്ല. കാരണം ശപിക്കപ്പെടാൻ ആർക്കും മനസ്സില്ല, ശാപത്തിലോട്ട് അടിമപ്പെടാൻ ആർക്കും മനസ്സില്ല. കുറേനക്കാരനല്ലേ, തള്ളപ്പെട്ടവനല്ലേ, ഇവൻ വയലിൽ പണിയെടുക്കുന്നവനല്ലേ, ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് പറഞ്ഞ് കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ച് ക്രൂശ് ചുമന്നു. ഇന്ന് രാത്രി ഞങ്ങൾ വായിച്ച വചനം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടത്തോടെ അല്ല മനുഷ്യൻ ചുമന്നത്, അത് നിർബന്ധത്തോടെ ആ ക്രൂശ് ചുമക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ മഹാപീഡ അനുഭവിച്ച് ആ ക്രൂശിനെ ഒന്ന് ചുമന്നപ്പോൾ ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞോട്ടെ, ചേറ് പറ്റിയ ആ ശരീരത്തിൽ എന്റെ ആ കുറേനക്കാരനായ വയലിൽ പണിയെടുത്തു വന്ന ആ ചേറ് പറ്റിയ ആ ശരീരത്തിൽ ക്രൂശിൽ നിന്ന് ചുടുചോര, ഒരു നല്ല യുവാവിന്റെ ചുടുചോര ആ ശരീരത്തിൽ പറ്റി. എത്ര മണിക്കൂർ ചുമന്നെന്ന് എനിക്ക് അറിയത്തില്ല, എത്ര ദൂരം അത് ചുമന്നുകൊണ്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശിനെ തൊട്ടു. ഇന്ന് രാത്രി കാലം ഈ കൺവെൻഷൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഒന്നിലെ ക്രൂശ് നിങ്ങളെ തൊടും, അല്ലെങ്കിൽ ക്രൂശിനെ നിങ്ങൾ തൊടുക. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്, ക്രൂശ് നിങ്ങളെ തൊടും, അല്ലെങ്കിൽ ക്രൂശിനെ നിങ്ങൾ തൊടുക. രണ്ട് സംഭവിച്ചാലും അത്ഭുതം നടക്കാൻ പോകുക. നിങ്ങൾ ക്രൂശിനെ തൊട്ടാലും ക്രൂശ് നിങ്ങളെ തൊട്ടാലും ഞങ്ങൾക്ക് പറയാൻ ഒരു ദൈവ ശബ്ദമുണ്ട്, അവിടെ അത്ഭുതം നടക്കാൻ പോകുക. ലോകം വിളിച്ചു പറയും ക്രൂശ് പരാജയമാണെന്ന്, ക്രൂശ് തോൽവിയാണെന്ന്, ക്രൂശ് ശാപമാണെന്ന് പറയുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രൂശ് തോൽവിയല്ല, ക്രൂശ് പരാജയമല്ല, ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി പിശാചിനെ നിരായുധനാക്കി മാറ്റി. ഗൂഡല്ലൂർ പട്ടണത്തോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ഇന്ന് ഉയർത്തുന്ന ക്രൂശ് അത് പരാജയമല്ല, ഇരുട്ടിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ തലയെ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് തകർത്തോണ്ടിരിക്കുക. ആ ക്രൂശ് ചുമന്ന് ഓടി കുറേനക്കാരനായ ശീമോൻ, എന്റെ ഭാവന പറയാ, വീട്ടിലേക്ക് ഓടിപ്പോയപ്പോൾ കുടുംബം കണ്ടത്, ഭാര്യ കണ്ടത്, അലക്സാണ്ടർ കണ്ടത്, റൂഫോസ് കണ്ടത്, രക്തം പറ്റിയ ശരീരത്തെയാണ് അവർ കണ്ടത്. ചേറ് പിടിച്ചു വരുന്ന പപ്പയെ എന്ന് കാണുന്നത്, മണ്ണിൽ പണിയെടുക്കുന്ന പപ്പയെ അവരെന്ന് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് അവർ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുക. ശരീരത്തിൽ രക്തം വന്നിരിക്കുന്നു, ശരീരത്തിൽ രക്തത്തുള്ളികൾ, രക്തം പടർന്നിരിക്കുന്നു. എന്തെങ്കിലും ആക്രമണം സംഭവിച്ചോ? എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചോ? ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യാണ്. മക്കൾ ചോദിക്കുക, പപ്പ എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ആലിംഗനം ചെയ്യുക, ഭാര്യ ആലിംഗനം ചെയ്യുക, തലമുറകൾ ആലിംഗനം ചെയ്യുക. അർത്ഥം ഇത്രയും ഞാൻ പറഞ്ഞു വരുന്ന ആശയം, ക്രൂശിലൂടെ വന്ന് ഒഴുകിയ രക്തം ഇന്ന് ആ കുടുംബം മുഴുവന് രക്തത്തിന്റെ സ്പർശനമേറ്റു. അതുകൊണ്ട് കാലം മറുപടി പറഞ്ഞു. ഇന്ന് രാത്രികാലം ഞാനൊരു ദൈവ ശബ്ദം ഈ ദേശത്തോട് വിളിച്ചു പറയാ, ക്രൂശ്
പരാജയം എന്ന് ചോദിക്കുമ്പോൾ കുറേനക്കാരൻ എന്നോട് പറഞ്ഞത്, മോനെ ക്രൂശ് പരാജയമല്ല, ക്രൂശ് ജയമാണ്. രക്തം പരാജയമല്ല, രക്തം ജീവനാണ്. ഇന്ന് രാത്രികാലം ചേർന്ന് നടന്ന അച്ചാച്ചന്മാരെ കണ്ടില്ല, കൂടെ നടന്നവരെ കണ്ടില്ല, ഫേമസ് ആയിരുന്നപ്പോൾ പ്രസിദ്ധിയായിരുന്നപ്പോൾ കൂടെ യേശുവിനെ തട്ടി ഉരുമി നിന്നവരെ കണ്ടില്ല. പക്ഷെ അവസാന മിനിറ്റുകളിൽ എന്റെ കർത്താവിന്റെ കൂടെ നിന്നത് കുറേനക്കാരനായ ശീമോനാണ്. ക്രൂശ് പിടിക്കേണ്ട സത്യത്തിൽ പത്രോസല്ലേ, ക്രൂശിൽ പിടിക്കേണ്ട സത്യത്തിൽ യോഹന്നാനല്ലേ. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം കുറേനക്കാരനായ ശീമോന് എന്റെ കർത്താവ് കൈമാറുക. ആ ക്രൂശിൽ നിന്ന് വാർന്നൊഴുകിയ രക്തം ആ കുടുംബം മുഴുവനും അനുഭവിക്കുക. കാലം മറുപടി പറഞ്ഞു. എന്താണ് മറുപടി? ഈ നാളുകളിൽ ആ രാജ്യത്തിലെ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് കർഷകന്റെ മകനെ കൊണ്ട് ഇരുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് തലമുറകളെ കൊണ്ട് ഇരുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ, കർഷകനായ ശീമോൻ എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദം ഞാൻ പറയാ, എന്റെ കഴിവല്ല, എന്റെ ബലമല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്നതാ? എന്റെ മേൽ പകർന്ന രക്തമാണ്, ഞാൻ ചുമന്ന ക്രൂശാണ്. ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മൈക്രോഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 100 അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാലേ. ഇന്ന് രാത്രികാലം ആ ക്രൂശിനെ തിരിച്ചറിയുന്നവരൊന്ന് രാത്രികാലം വിശ്വസിച്ചേ. ബ്രദർ, ഞാൻ പാപിയാണ് ബ്രദർ, ഞാൻ ശപിക്കപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കുന്നവരാണ്, എനിക്ക് ക്രൂശിനെ തൊടാൻ യോഗ്യതയുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ക്രൂശിനെ നിങ്ങൾക്ക് മാത്രമേ തൊടാൻ യോഗ്യതയുള്ളൂ. പാപിയാണ്, എനിക്ക് ദൈവസന്നിധിയിൽ അടുക്കാൻ കഴിയത്തില്ല, എനിക്ക് യേശു എന്റെ വീട്ടിൽ വരുമോ? ഞാൻ ഇന്ന ജീവിതത്തിൽ നയിക്കുന്ന ഒരാളാണ്, ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരാളാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്ക്, യേശു അറിവല്ല, യേശു അനുഭവമാണ്. എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? യേശു വന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. യേശു ക്രൂശ് മരണമേറ്റത് അത് എനിക്ക് വേണ്ടിയാണെന്ന് ഇന്ന് രാത്രികാലം എപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? യേശു വന്നത് എനിക്ക് വേണ്ടിയാണ്, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാ, യേശു ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കൈകൾ ഇത്രയും കാലം ഗലീലയിലൂടെ നടന്നില്ലേ? ആ കാലിനെ ചേർത്ത് വെച്ച് ആണി തറയ്ക്കുക. ഈ കൈ കൊണ്ടാണോ അപ്പത്തെ വർദ്ധിപ്പിച്ചത്? ഈ കൈ കൊണ്ടാണോ ശീലോമൻ കുളത്തിലേക്ക് പറഞ്ഞു വിട്ടത്? കാഴ്ചയില്ലാത്ത സഹോദരനെ മണ്ണ് കുഴച്ച് എന്റെ കർത്താവ് ചേറ് കുഴച്ച് ഈ കൈ കൊണ്ടല്ലേ? ഓരോന്ന് പറഞ്ഞ് അവരാണി അടിക്കുക, എന്റെ കർത്താവിനെ ക്രൂശിക്കുകയാണ്. നോക്കുമ്പോൾ പരാജയമാ, നിന്ദിക്കപ്പെടുക. വഴിയോരത്തായതുകൊണ്ട് വരുന്നേ പോകുന്ന എല്ലാവരും നിന്ദിക്കുക. 3 നാൾ കൊണ്ട് മന്ദിരം പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. ഇന്ന് രാത്രികാലം മറ്റുള്ളവർക്ക് അത്ഭുതം കൊടുത്ത യേശുവേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. നീ രാജാവല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിട്ടോട്ടെ. എന്റെ സദസ്സിനോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞോട്ടെ, ക്രൂശിനെ നിന്ദിക്കാനുള്ളതല്ല, ക്രൂശ് സ്നേഹിക്കാനുള്ളതാണ്. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഈ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞോട്ടെ, ക്രൂശ് അവഗണനയല്ല. ഇന്ന് രാത്രികാലം ക്രൂശിനെ ചേർത്ത് പിടിക്കുക. ഈ നാളുകൾ ക്രൂശ് മാത്രമല്ല, ക്രൂശിതനായ യേശു ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആധാരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിക്കാൻ എത്ര പേര് കഴിയുന്നുണ്ട്? ഒരു യോഗ്യതയുമില്ലാത്ത കുറേനക്കാരനായ ശീമോന്റെ വീട്ടിൽ ക്രൂശ് വന്നപ്പോൾ തലമുറകളെ അസാധാരണമായി മാനിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നിൽക്കുന്ന ഓരോ കുടുംബങ്ങളോട് ഞങ്ങൾ പറഞ്ഞോട്ടെ, ക്രൂശ് ഇന്ന് രാത്രി കലാപമാനമല്ല, ക്രൂശ് ഒരിക്കലും ശാപമല്ല. ഇന്ന് രാത്രികാല ക്രൂശ് ജീവനാണ്. കാലുകൾ വിരിച്ച് ക്രൂശിതനായ യേശു പരാജിതനെന്ന് ലോകം മുഴുവനും വിധി എഴുതിയപ്പോൾ, അതൊരു വിധിയാണെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ, ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, അത് വിധിയല്ല, സ്വർഗത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഇന്ന് രാത്രികാലം ഒരു വാക്യം എന്നെ ഭയങ്കരമായിട്ട് തൊടുന്നു. പിതാവ് പുത്രനെ ആദരിക്കാതെ ദൈവം റെജിപ്പാസ്റ്ററിനെ ആദരിച്ചു. താൻ പുത്രനെ ആദരിക്കാതെ ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കർത്താവ് ആദരിച്ചു. എന്റെ ചോദ്യം, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഇന്ന് രാത്രികാലം പുത്രനില്ലാത്ത എന്ത് യോഗ്യത എന്നിൽ കർത്താവ് കണ്ടത്? ഇന്ന് രാത്രികാലം അതിന്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്, അതിന്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ കൈകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്താൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മരിച്ചോന്നറിയാൻ എന്റെ കർത്താവിന്റെ വിലാപ്പുറം
കുത്തിത്തുരക്കുകയാണ്. ആ അവസാനത്തെ തുള്ളി രക്തവും വെള്ളവുമായിട്ട് പുറത്തു വരികയാണ്. എല്ലാം നമുക്ക് വേണ്ടി തന്നു. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ പ്രാണൻ, യേശുവിൻ്റെ ശരീരം, എന്തൊക്കെ വേണ്ടോ അതെല്ലാം എൻ്റെ കർത്താവ് തന്നു. അതുകൊണ്ട് പഴയ ഭക്തന്മാര് ഇങ്ങനെ എഴുതിയത്, ഗതസമന ഭുവനത്തിൽ ആദിക ഭാരം വഹിച്ചദീന, ഗതസമന ഭുവനത്തിൽ ആദിക ഭാരം വഹിച്ചദീന, ആദിവേദയിൽ ആയിട്ടു ആദരിഷ്ടം നടപ്പതിൽ അനുസരിച്ചു, താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചു. ദേവേശ അന്നാസി ആരമനയിൽ മന്നവാരി വിധിക്കപ്പെട്ടു. അന്നാസി ആരമനയിൽ മന്നവാരി വിധിക്കപ്പെട്ടു. നിന്നെ അടിച്ചവർ പരിഹസിച്ചു. ഓ മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. ദേവേശ യേശു പരാ ജീവനേ ഭാവികൾക്ക് നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. അധർമ്മികളോട് എന്റെ കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് പ്രവചന ശബ്ദം ഗോൽഗോത്തയിൽ നിറവേറിയ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമേൽ തലയിൽ മുൾക്കിരീടമായി അവസാനത്തുള്ളി രക്തവും എന്റെ കർത്താവ് ഊറ്റി തന്ന് ക്രൂശിതനായിരിക്കുന്ന രൂപത്തെ എന്റെ മലയാള വാക്കുകൾക്ക് വർണ്ണിക്കുന്നതിലും അപ്പുറമാണ്. ഭൂമി എന്നില്ല, ആകാശം എന്നില്ല. ഇത് രാത്രികാലം ആ കർത്താവിനൊന്ന് നോക്കാൻ എത്രവർക്ക് പറ്റും? രക്ഷ കൊടുത്തല്ലേ താങ്കളെ തന്നെ രക്ഷിക്കുക, രണ്ടാമത് താങ്കളെ രക്ഷിക്കുക. പക്ഷെ വേറൊരു കള്ളൻ, അടുത്ത് കിടന്ന് വേറൊരു കള്ളൻ പറഞ്ഞു, നമ്മള് തെറ്റ് ചെയ്തിട്ടാണ് ക്രൂശ് മരണമേറ്റത്. പക്ഷെ ഇദ്ദേഹം ക്രൂശ് മരണത്തിൽ ഏറിയത് ഒരു തെറ്റും ചെയ്യാതെയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, അവിടെ പറയുന്നൊരു പദം എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം അടുത്ത് കിടക്കുന്ന ഒരു കള്ളൻ നിന്ദിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന വേറൊരു കള്ളൻ ആ യേശുവിനെ സ്നേഹത്തെ തിരിച്ചറിയുക. യേശു കർത്താവിന്റെ സ്നേഹം എത്ര വലുതാന്ന് നോക്ക് ദൈവമക്കളെ. അവസാനം ഒന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബറാബാസിന് വേണോ യേശുവിന് വേണോ എന്ന് പറയുമ്പോൾ യഹൂദന്മാർ ചൂസ് ചെയ്തത് യേശുവിനല്ല അവർ ചൂസ് ചെയ്തത് ബറാബാസിനെയാണ്. ആ ഇറങ്ങി പോകുമ്പോൾ പോലും ഒരാളെ ഫ്രീ ആക്കിയിട്ടാണ് എൻ്റെ കർത്താവ് പോകുന്നത്. ക്രൂശ് മരണത്തിലേക്ക് പോകുമ്പോൾ അർത്ഥപ്രാണനായി ശ്വാസം പോലും കിട്ടാതെ വല്ലാതെ പെടയുമ്പോൾ വളരെ ഭാരപ്പെടുമ്പോൾ അടുത്ത് കിടക്കുന്ന കള്ളൻ പറയുന്നു, എനിക്കൊരു വെളിപ്പാട് എൻ്റെ അകത്ത് വരുന്നു. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ ലോകം മുഴുവനും നിന്നെ നിന്ദിക്കുമ്പോൾ എനിക്കൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് ഇതാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. മറുപടി, ഇന്ന് നീ എന്റെ കൂടെ പരദേശിയിരിക്കും, നാളെ നിന്നെ രക്ഷിക്കുമെന്നല്ല യേശുവിന്റെ ഡീല്. വിശ്വസിച്ചാൽ ഈ മിനിറ്റിൽ ദൈവം സൗഖ്യം ചെയ്യാൻ പോകുക. ഇന്ന് നീ എന്റെ കൂടെ പർദീസയിലിരിക്കും. പർദീസ എന്ന വാക്ക് ഒരു പേർഷ്യൻ വേർഡാണ്. ആ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് കെട്ടിയടയ്ക്കപ്പെട്ട പൂന്തോട്ടം എന്നാണ്. ആ പർദീസ എന്ന വാക്കിന്
അർത്ഥമാക്കുന്നത്. ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഞങ്ങൾ വിരാമമിടുകയാണ്. കർത്താവ് പറയാ, മോനെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് നീ എന്റെ കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ കെട്ടിയടയ്ക്കപ്പെട്ട പൂന്തോട്ടത്തിൽ നീ ആയിരിക്കും. പണ്ടത്തെ രാജാക്കന്മാർ ചരിത്രം പറയുന്ന ഒരു കാര്യം, രാജാക്കന്മാർ ഒരു വ്യക്തിയെ ആദരിക്കണമെങ്കിൽ, രാജാക്കന്മാർ ഒരു വ്യക്തിയെ മാനിക്കണമെങ്കിൽ രാജാവ് പറയും, നാളെ ഇന്ന സമയത്ത് ഇത്ര മണിക്ക് എന്റെ പൂന്തോട്ടത്തിൽ വരിക, ആ പൂന്തോട്ടത്തിൽ വെച്ച് നിന്നെ ഞാൻ ആദരിക്കും. ഇത് ചരിത്രമാണ്. പണ്ടത്തെ രാജാക്കന്മാര് ദർബാർ ഹാളിൽ വെച്ചല്ല അവനെ മാനിക്കുന്നത്. ഒരാളെ മാനിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വേറെ ആരുമില്ല, ആ രാജാവും ആ വ്യക്തിയും മാത്രമായിരിക്കും. അവിടെ വെച്ച് രാജാവിനോട് കുശലം പറയാം, രാജാവിന് അവനോട് കുശലം പറയാം. ഇന്ന് രാത്രികാലം കള്ളനോട് പറയാണ്, ഇന്ന് നീ പറുദീസയിലിരിക്കും. ഇന്ന് രാത്രികാലം ഈ ശബ്ദം കേൾക്കുന്ന ഗൂഡല്ലൂർ പട്ടണത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദൈവ ശബ്ദം, കുടുംബജീവിതം പറുദീസയാകണ്ടേ, തലമുറകൾ പറുദീസയാകണ്ടേ, സ്വർഗതുല്യമായി മാറണ്ടേ, കെട്ടിയടയ്ക്കപ്പെട്ട പൂന്തോട്ടമായി മാറണ്ടേ. ഇന്നത്തെ പത്രമാധ്യമങ്ങളെല്ലാം കുടുംബജീവിതങ്ങൾ, തലമുറകൾ വല്ലാത്ത ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ കൺവെൻഷൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, പറുദീസയാക്കാൻ ഉലകത്തിൽ ഒറ്റയാൾക്കേ കഴിയത്തുള്ളൂ, അത് ഞങ്ങളുടെ യേശു കർത്താവാണ്. രഹസ്യം പറയണ്ടേ, ഞാനും ദൈവം മാത്രമായി ആ പൂന്തോട്ടത്തിൽ നമുക്ക് ദൈവത്തോട് ആലിംഗനം ചെയ്ത് നടത്തണ്ടേ. ഏതേൻ പൂങ്കാവനത്തിൽ തകർക്കപ്പെട്ട ബന്ധത്തെ ക്രൂശിൽ ആ ബന്ധത്തെ കർത്താവ് തുറന്നു കൊടുക്കുക. ഒരു തോട്ടം പരാജയപ്പെട്ടപ്പോൾ, ഏതേ തോട്ടത്തിൽ മനുഷ്യരാശി ആദാം പരാജയപ്പെട്ടപ്പോൾ അടുത്ത് കിടക്കുന്ന കള്ളനോട് പറയും, മോനെ, ഇന്ന് നീ എന്റെ കൂടെ പർദീസയിരിക്കുന്നു പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, വർഷങ്ങൾക്ക് പുറകെ, നൂറ്റാണ്ടുകൾക്ക് പുറകെ തോട്ടത്തിൽ ഒരു കുടുംബം തകർന്നു പോയി. എന്നാൽ ഇന്ന് രാത്രികാലം അതേ തോട്ടത്തിൽ ഞാൻ ചിലതിനെ റീസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദൈവ ശബ്ദം, വീട്, നിങ്ങളുടെ കുടുംബജീവിതം ഒരു പറുദീസയായി മാറണ്ടേ, നിങ്ങളുടെ ജീവിതം ഒരു പറുദീസയാവണ്ടേ. ബ്രദറെ, അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രികാലം ചെലവില്ല, രക്ഷ സൗജന്യമാണ്. ഞങ്ങൾ മതപ്രസംഗം നടത്തുന്നവരല്ല, ഞങ്ങൾ ഇന്ന് വന്നത് യേശുവിനെ ഉയർത്താനാണ്. ഞങ്ങൾ ഒരു മതത്തെ അതിനെ റെപ്രസെന്റ് ചെയ്ത് വന്നവരല്ല. ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തെ വിളിച്ച് പറയാൻ വന്നവരാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം വിടുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ കഴിയുമോ? അയിരിപ്പിടങ്ങളെല്ലാം വിട്ടിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രികാലം, ബ്രദർ, എനിക്ക് യേശുവിനെ വേണം. എന്താണ് അതിന്റെ മാനദണ്ഡം? എന്താണ് അതിനു വേണ്ടി? എന്റെ കുടുംബജീവിതം പറുദീസയാകണം, എന്റെ തലമുറകൾ പറുദീസയായി മാറണം. എനിക്കും ആഗ്രഹമുണ്ട് ആ കെട്ടിയടയ്ക്കപ്പെട്ട പൂന്തോട്ടത്തിലേക്ക് വരണമെന്ന് ഞാനും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് ഏറ്റുപറയുക. ആർക്കെങ്കിലും യേശുവിനെ വേണമെങ്കിൽ ആ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്. അടുത്ത രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെതായ പ്രോസസ് ഉണ്ട്, അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്താലേ അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഈ രാജ്യത്തിന് അത്രയും നിയമങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗ രാജ്യത്തിന് എത്ര അധികം നിയമം ഉണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. ആ രാജ്യം അനുസരിക്കുന്ന നിയമങ്ങൾ, ഡോക്യുമെന്റ്സുകൾ ഞാൻ ക്ലിയർ ചെയ്താലേ എനിക്ക് ആ രാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യം അനുസരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള മാനദണ്ഡം ഒന്നേ ഉള്ളൂ, പാപിയായവർക്കും ദൈവത്തിന്റെ അടുത്ത് പോകാൻ കഴിയത്തില്ല. മാനസാന്തരപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. നിസാരമായി ആർക്കോ വേണ്ടി ജീവിതത്തെ എറിഞ്ഞുടച്ചു കളയരുത്. ഒരു മതത്തിന് വേണ്ടി, ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ എറിഞ്ഞുടച്ചു കളയരുത്. ഇത്ര വലിയ മഹാഭാഗ്യത്തെ തള്ളിക്കളയരുത്. ഞാൻ ഒത്തിരി കൺവെൻഷൻ പ്രസംഗം കേട്ടിട്ടുണ്ട് ബ്രദറെ. ഒരു തവണയും കൂടെ നിങ്ങളുടെ അടുത്ത് എന്റെ കർത്താവ് വന്ന് സംസാരിക്കുകയാണ്. വീട് പറുദീസയാവണ്ടേ, നമ്മുടെ സമൂഹം പറുദീസയായി മാറണ്ടേ. പത്രമാധ്യമങ്ങളെല്ലാം വായിക്കുമ്പോ എത്ര കുടുംബങ്ങളെ തകർന്നു പോകണ്ടേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ പറയുന്നു, പറുദീസയാക്കുന്ന ഒരു കർത്താവുണ്ട്. കൈ ഉയർത്തി ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ യേശുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. ഒറ്റ കാര്യം, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വിളിച്ചാൽ മതി, എന്റെ യേശു കർത്താവ് വരും. ഞാൻ പലതവണ എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് എന്റെ കർത്താവിനെ കാണാൻ, എനിക്ക് അനുഭവിക്കാൻ എന്റെ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് എന്റെ യേശു കർത്താവ് വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ക്രൂശിലെ രൂപം പരാജയമല്ല,
ക്രൂശിലാണ് യേശു കർത്താവ് ഏറ്റവും വലിയ അത്ഭുതം ചെയ്തത്. 5 അപ്പത്തെ കൊടുത്തതോ അല്ലെങ്കിൽ കുരുടന് കാഴ്ച കൊടുത്തതോ ഉടൻ തന്നെ സൗഖ്യമാക്കിയതല്ല ഏറ്റവും വലിയ അത്ഭുതം. ക്രൂശിലാണ് എൻ്റെ കർത്താവ് ഏറ്റവും വലിയ അത്ഭുതം ചെയ്തത്. യേശു അറിവല്ല, യേശു അനുഭവമായി മാറട്ടെ. യേശുവിനെ രുചിച്ചറിയുക. ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. എന്നെ തെരഞ്ഞെടുക്കുവാൻ, എന്നെ മാനിക്കുവാൻ കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുക. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഞാൻ ഈ ജനത്തെ കൈ ഉയർത്തി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗൂഡല്ലൂർ പട്ടണം ഒരു ദിവസം പറുദീസയായി മാറും കർത്താവേ. കർത്താവ് ഇവിടുത്തെ തലമുറകൾ കർത്താവ് പറുദീസയിൽ ജീവിക്കുന്നത് പോലെ ആകട്ടെ കർത്താവേ. ഇന്ന് അവരുടെ ലൈഫ് ഭയങ്കര സ്ട്രഗിളിംഗ് ആണെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്നു അവരുടെ ജീവിതം പറുദീസയാക്കി കർത്താവേ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ക്ഷണിച്ച പ്രിയ സംഘാടകരോടും അധ്യക്ഷനോടും DP യോടും എല്ലാവരോടും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.